ഈ പ്രോഡക്റ്റ് പലത് പർച്ചേസ് ചെയ്തല്ലോ, അതിനകത്ത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് തോന്നിയത് നിയറസ്റ്റ് പർച്ചേസ് ആണോ അതോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഏതാണ്? അഫോർഡബിൾ ആണോ കംഫർട്ടബിൾ ആണോ നിയറസ്റ്റ് പർച്ചേസ് എനിക്ക് എന്നുള്ളത്? തോന്നിയത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എടുത്താലും എറണാകുളത്ത് നിന്ന് എടുത്താലും റേറ്റിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഈ ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി കോയമ്പത്തൂരൊക്കെ കൊണ്ടുപോയി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം പകുതിയൊക്കെ മേടിച്ചു കൊടുത്ത് അവസാനം സ്വിച്ച് തിരിയാത്ത പരുവത്തിലാണ് വരുന്നത്. അതിലൊരു കാര്യം പറയാനുണ്ട്, അത് പറയാൻ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിൽ പറയാം. അപ്പം ഈ പ്രൈസസ് ഓൾമോസ്റ്റ് ദ സെയിം എവരിവെയർ. നമ്മുടെ യൂട്ടിലിറ്റി, നമ്മുടെ ആവശ്യം, നമുക്കിത് വൃത്തിയാക്കാൻ പറ്റുമോ, നമ്മുടെ വീട്ടിൽ ഹൗസ് മെയ്റ്റ്സ് ഉണ്ടോ, ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിലും ഉണ്ടോ, കുഞ്ഞുങ്ങളാണോ കൂടുതലുള്ളത്, ഇതനുസരിച്ചിട്ട് വേണം ഈ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ എന്നുള്ളതാണ്. ഈവൻ കളർ ഉൾപ്പെടെ ഫേർണിച്ചേഴ്സ് ഉൾപ്പെടെ അങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് റിപ്പയർ എല്ലാം കൂടിക്കൊണ്ടിരിക്കും, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു വാഷ് ബേസിൻ, ഹോളിലിരിക്കുന്ന വാഷ് ബേസിൻ വളരെ വലിയ വാഷ്, അത് വലുത് വേണമെന്ന് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചാണ്. പക്ഷേ ടെക്നിക്കലി അതൊരു നമ്മുടെ ഒരു മീൽ ടൈം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലഞ്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാഷ് ചെയ്തിരിക്കണം. എന്നാലും അത് വൈറ്റ് കളർ എന്നുള്ള മാത്രമല്ല, ബൗൾ ഭയങ്കര വലുതാണ്. അപ്പോൾ അത് ക്ലീൻ ആയിരിക്കും. എവറി മീൽ കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് ടാപ്പ് ഉൾപ്പെടെ വൈപ്പ് ചെയ്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ചെറിയ പ്രോഡക്റ്റിലേക്ക് അത് പോകണം. ഇപ്പോൾ ടേബിൾ ടോപ്പ് എടുക്കാതെ സങ്കടമായിട്ടുള്ള ഒരു സംഭവം, ടേബിൾ ടോപ്പ് നിങ്ങൾക്ക് അത്രയും മെനക്കെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടേബിൾ ടോപ്പ് എടുക്കാവോ, അല്ലാതെ മറ്റേത് എടുക്കണം. പിന്നെ പ്രൈസ് ഇതിൽ ചെറിയ ബഡ്ജറ്റിന് നല്ല സാധനങ്ങൾ ഒത്തിരി അവൈലബിൾ ആണ്, ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും. അത് അവിടെ 6000 രൂപയുടെ സാധനം ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് 6000 വേണമെന്ന് ചിന്തിക്കാതെ അതിൽ ആ ലുക്ക് ആൻഡ് ഫീലുള്ള സാധനങ്ങൾ ഇപ്പുറത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അറിയാനൊന്നും പറ്റത്തില്ല, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആക്സസറി സപ്പോർട്ടും അതും അതനുസരിച്ച് പ്രൈസിങ്ങൾ അതേ ഒരേ റേഞ്ചിലുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ളത്. കർട്ടൻ എറണാകുളത്തുനിന്നായിരുന്നു നമ്മളെടുത്ത്. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ പ്രോഡക്ട്സ് ഈ പറഞ്ഞ അതേ വിലയിൽ നമുക്ക് അവിടെ എടുക്കാൻ പറ്റി. പിന്നെ അവർ ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എറണാകുളത്തായിരുന്നെങ്കിൽ അവർ വേണം തൊട്ടടുത്ത ദിവസം അവരിവിടെ വന്നു. ഈവൻ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ ഇത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത് വന്നില്ല, നമ്മൾ അപ്രോച്ച് ചെയ്തില്ല. പിന്നെ അവരെ ചെയ്യുന്നതിൻ്റെ രീതിയും അവർ പറഞ്ഞു, പേര് വന്നല്ലോ, അൾട്രാവ്യൂ കർട്ടൻസ്. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് വന്നത് നിങ്ങൾക്ക്